പലപ്പോഴും നമ്മുടെ ലോജിക്ക് എങ്ങനെയാ, എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ഉണ്ടാവും, കൂടുതൽ ദോഷമായിരിക്കും ചിലപ്പോൾ, വൺ സൈഡഡ് ആവും. ഈശോയുടെ ലോജിക്ക് ബഹുമുഖജ്ഞാനം, 360 degree. അപ്പം ഏത് ലോജിക്കാണ് നല്ലത്? നമ്മുടെ ലോജിക്ക്, നമ്മുടെ ഈ കുട്ടി ലോജിക്ക് അല്ലെങ്കിൽ കുരുട്ട് ലോജിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വർക്കായി, മോസ്റ്റ് ഓഫ് ദ ടൈം ചിലപ്പോൾ വർക്കാവില്ല. അപ്പോൾ ഇന്ന് തീരുമാനിക്കുക, എനിക്ക് എൻ്റെ കുരുട്ട് ലോജിക്ക് വേണ്ട, കുരുട്ട് ബുദ്ധി വേണ്ട, കുരുട്ട് യുക്തി വേണ്ട, ഈശോയുടെ ലോജിക്ക് പഠിച്ചെടുക്കണം. അത് തെറ്റില്ല, ഏത് വശത്തുനിന്ന് നോക്കിയാലും തെറ്റില്ല. ഇപ്പോഴും ഫലം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ടും ഫലം ഉണ്ടാവും, നിത്യജീവിതത്തിലും ഫലം ഉണ്ടാവും. അപ്പം ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കേൾക്കുന്നവർക്കൊരു മോട്ടിവേഷൻ ആവണെന്ത്? എൻ്റെ ലോജിക്ക് വേണ്ട അല്ലേ, ഈശോയുടെ ലോജിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങളെ കേട്ടിട്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാവോ? ഉണ്ടാവോ? ഇവിടെ ഒരു ലോജിക്ക് പകുതി വെച്ച് പോയി. അതാണ് ദൈവവചനം നമ്മൾ പറയുമ്പോൾ ഒന്നുകിൽ അത്രയ്ക്ക് എക്സ്പേർട്ടായിട്ട് ആസ് ഇറ്റ് ഈസ് പറയണം, അല്ലെങ്കിൽ ഈശോയുടെ ലോജിക്ക് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലോജിക്ക് നമുക്കതല്ലേ എവിടെയെങ്കിലും എൻ്റെ ലോജിക്ക് ഒന്ന്, അപ്പം എന്താവും? അപ്പൊ ഇനി വേറെ ആളുടെ ലോജിക്, നിങ്ങളുടെ ലോജിക്കുകളൊക്കെ കേൾക്കാം. തൊട്ട് നെക്സ്റ്റ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ആ പാരഗ്രാഫ് നെക്സ്റ്റ് ആണോ മുമ്പാണോ? അല്ല, തൊട്ട് താഴെ തന്നെ, തൊട്ട് താഴത്തെ അധ്യായത്തിൽ അതിലൊരു ലോജിക് ഉണ്ട്. അതിൽ ഈ ഈശോ കിടന്നുറങ്ങുന്ന സമയത്ത് എവിടെ ഈശോ വഞ്ചിയിൽ പോകുന്നത് കോണ്ടെക്സ്റ്റ് ശരിക്കും പറ. അവരിങ്ങനെ വഞ്ചിയിൽ തുഴഞ്ഞു പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഈശോയും ശിഷ്യന്മാരും വഞ്ചിയിൽ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് വരും. അപ്പൊ ശിഷ്യന്മാർ പെട്ടെന്ന് ഭയന്നിട്ട് ഗുരു ഗുരു നമ്മൾ വേണ്ട മുങ്ങിപ്പോകാൻ പോകുന്നത് ഗുരുന്ന് അപ്പൊ തന്നെ വിളിക്കണ്ടോ? 24th വേഴ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അത് അപ്പൊ തന്നെ വിളിക്കണ്ടേ? കാറ്റും കൊടുങ്കാറ്റൊക്കെ വന്നിട്ട് അവരാകെ പരിഭ്രാന്തരായി. അവർ തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി, വഞ്ചിയിൽ വെള്ളം കയറി, അവർ കൊടുങ്കാറ്റുണ്ടായി, വെള്ളം കയറി, എന്നിട്ടൊക്കെയാണ് വിളിക്കുന്നത്. ഈശോയും ശിഷ്യന്മാരും വഞ്ചിയില് പോവായിരുന്നു. അപ്പൊ തന്നെ ഈശോനെ വിളിച്ചില്ല. ഈശോയുടെ ലോജിക്ക് നോക്കുക, ഈശോ ഉറങ്ങായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റ് അറിഞ്ഞില്ല എന്ന് വിചാരം. കൊടുങ്കാറ്റ് അറിഞ്ഞിട്ടും ആള് ശാന്തമായി കിടന്നു ഉറങ്ങുക. വഞ്ചിയിൽ വെള്ളം കയറി, എന്നിട്ട് വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി. എന്നിട്ട് 24th വേഴ്സിൽ പറയുന്നുണ്ട്, അവർ അടുത്ത് വന്ന് ഗുരു ഗുരു ഞങ്ങൾ നശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഓക്കെ, ഗുരു ഗുരു ദേ ഞങ്ങൾ നശിക്കുന്നു, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. ഇതിൽ എനിക്കൊരു കാര്യം കത്തിയത്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആങ്സൈറ്റി സംഭവം വന്നിട്ട് എല്ലാം പോയി എല്ലാം പോയി എല്ലാം പോയി. പക്ഷെ അവിടെ നമ്മളാണെങ്കിൽ ഈശോനെ വിളിക്കൂല അല്ലേ? അതുകൊണ്ട് നമ്മൾ തന്നെ ആശ്രയിക്കും, നമ്മുടെ ബുദ്ധി കൊണ്ട് വല്ലതും ചെയ്യാം. ഈശോ അവിടെ എടുക്കുന്നുണ്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ അത് വേറെ അല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇവര് ചെന്ന് വിളിക്കുകയെങ്കിലും ചെയ്തു. വിളിക്കുമ്പോഴത്തേക്ക് ഈശോയുടെ ഒരു ആ സിറ്റുവേഷനെ കാണുന്നതും ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈശോയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഈശോ പതുക്കെ ശാന്തം. ഇത്രയും വലിയ കൊടുങ്കാറ്റടിക്കാണ്, അപ്പൊ ഇവര് പരിഭ്രാന്തരായിട്ടാണ് വിളിക്കണേ, ഗുരു ഗുരു ഗുരു. അപ്പൊ എന്താ 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 അങ്ങനെ ചോദിച്ചില്ല. ചിലപ്പോ നമ്മൾ ശാന്തമായിട്ട് ഇരിക്കണ്ടാവുക, വേറെ വല്ലവരും വന്ന് ഇങ്ങനെ ആക്കണ പരിഭ്രാന്തി വന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു. ഈശോയ്ക്ക് ഉള്ളിൽ ശാന്തത ഉണ്ടായിരുന്നു. ഇവര് പരിഭ്രാന്തരായിട്ട് വിളിച്ചപ്പോഴും ഈശോ ശാന്തമായി. ഈശോയുടെ ഒരു ലോജിക്ക് നോക്കിയേ, ശാന്തമായവർക്കേ ശാന്തമല്ലാത്തത് ശാന്തമാക്കാൻ പറ്റൂ. ആകെ കൊടുങ്കാറ്റും പരിഭ്രാന്തിയാ. അപ്പൊ ഉള്ളിൽ ശാന്തത ഇല്ലാത്ത ആൾക്ക് ആ കാറ്റിനോടും കടലിനോടും ശാന്തമാവാൻ പറയാൻ പറ്റുമോ? ഇല്ല. ഈശോയുടെ ലോജിക് ആദ്യം ശാന്തമായിട്ടിരിക്കുക. ആ ശാന്തതയിൽ നിന്ന് ഒരു അധികാരം വരും. എന്താ അധികാരം? ഈശോ എന്താ പറഞ്ഞേ? ഈശോ എന്താ ചെയ്തേ? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. ചിലപ്പോൾ വല്ല ദുഷ്ടാരൂപിയുള്ള പ്രവർത്തനം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആകെ അട്ടിമറി വന്നത്. ശാന്തതയുള്ള ഒരാള് ശാന്തതയില്ലാത്തൊരു സിറ്റുവേഷൻ്റെ മേൽ അധികാരത്തോടുകൂടെ ശാസിച്ചിട്ട് പറയും, അടങ്ങ്, ശാന്തമാവും. ആർക്കാ ശാന്തത വരിക? ഈശോ പറഞ്ഞു,
ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അപ്പൊ ദൈവം ശാന്തനാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരാണ് ശാന്തരാവുക. എല്ലാതരം അശുദ്ധികളിലും മുഴുകിയ ശാന്തത വരുമോ? ഇന്ന് എന്തുകൊണ്ടാണ് അസ്വസ്ഥതകൾ കൂടുന്നത്? ശാന്തതയില്ലാതെ അസ്വസ്ഥമായിരിക്കുന്നത്, പരിഭ്രാന്തി, ടെൻഷൻ, ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഈശോയുടെ ഒരു ലോജിക്, ഒരു യുക്തി എന്ന് പറയുന്നത് ശാന്തമാവുക. ഉള്ളിൽ തന്നെ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി ഉപയോഗിച്ച് ശാന്തമല്ലാത്തതിനെ ശാന്തമാക്കാൻ പറ്റും. ഒരു ആറ്റിറ്റ്യൂഡ് ഈശോയുടെ ആ ഒരു സെയിം അധ്യായത്തിൽ തന്നെയാണ് പത്രോസിന്റെ ഭവനത്തിൽ എന്ന് പറയുന്നത്. അവിടെ യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അപ്പൊ ഇതില് ഈശോയുടെ ഒരു മെന്റാലിറ്റി മറ്റുള്ളവരെ സുഖപ്പെടുത്തണം. പക്ഷെ അത് സുഖപ്പെടുത്തുന്നതിൽ തന്നെ അത് തീർന്നില്ല. ആ സൗഖ്യം കൊടുത്തതിന് ശേഷം ആള് എഴുന്നേറ്റിട്ട് ബാക്കിയുള്ളവരെ, പ്രത്യേകിച്ച് ഈശോനെ തന്നെ ശുശ്രൂഷിക്കാനുള്ള ഇനിഷ്യേറ്റീവിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ലോജിക്ക് എന്താ? വല്ലവരും പനി പിടിച്ച അവിടെ കിടക്കണണ്ട, നീ എന്താ ഇവിടെ പണിയെടുക്ക്, ശുശ്രൂഷിക്ക്. അപ്പൊ ഈശോ ശുശ്രൂഷിക്കാൻ പറഞ്ഞാ? ഇല്ല. ഈശോ സൗഖ്യമാക്കി, ശരിക്കുള്ള സൗഖ്യം കിട്ടിയപ്പോൾ എഴുന്നേറ്റ് ശുശ്രൂഷിച്ചു. അപ്പൊ ഈശോയുടെ ഒരു ലോജിക്ക് ഭയങ്കര ഫോർസൈറ്റോട് കൂടിയാ. ഈ പനിയിൽ നിന്ന് സൗഖ്യം കിട്ടിയ ഇവള് ശുശ്രൂഷിച്ചോളും, അല്ലേ? വേറെ ഏത് ലോജിക്കാ കിട്ടിയ? അപ്പോൾ ഇതിൽ തന്നെ CCC 1505 ഒരു കാര്യം പറയുന്നുണ്ട്. CCC പാരഗ്രാഫ് 1505. പക്ഷേ അവിടുന്ന് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയില്ല. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയില്ല. അപ്പൊ എന്താ, ആരെ സുഖപ്പെടുത്തി? അവിടുന്ന് നൽകിയ രോഗശാന്തികളെല്ലാം ദൈവരാജ്യാഗമനത്തിന്റെ അടയാളങ്ങളായിരുന്നു. ദൈവരാജ്യം വരുമോ അതിനനുസരിച്ചുള്ള സൗഖ്യം, അല്ലെ? വെറുതെ ഒരു മജിഷ്യന്റെ പോലെ കുറച്ച് മാജിക് കാണിക്കാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയല്ല ഈശോ ചെയ്ത്. അതല്ല ഈശോയുടെ ലോജിക്. ഈ അത്ഭുതം പ്രവർത്തിക്കുക വഴി ദൈവരാജ്യ ആഗമനം, ദൈവത്തിൻ്റെ രാജ്യം അവിടെ വരുമോ? പിശാചിൻ്റെ രാജ്യം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ രാജ്യം അവിടെ ആഗമിക്കുമോ? അപ്പോൾ സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ അതിൻ്റെ ഫലം എന്തായിരിക്കണം? ദൈവരാജ്യം വരണം. ഈശോയുടെ ലോജിക്ക്.